ഹലോ എവ്രി വൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെൻസസിനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ബോർഡിൽ കാണാം ടെൻസസ്. ടെൻസ് എന്ന് വെച്ചാൽ സമയം അല്ലെങ്കിൽ കാലം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 3 ടെൻസസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, 3 ടെൻസസ്, 3 ടെൻസസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. അതിന് കുറച്ച് ഡിവിഷൻസും വരുന്നുണ്ട്. നമുക്ക് ടോട്ടലി ഇംഗ്ലീഷിലുള്ളത് 12 ടെൻസസ് ആണ് കേട്ടോ. 12 ടെൻസസ് ആണ് ഉള്ളത്. ഓക്കെ, പാസ്റ്റ് ടെൻസ് എന്നുള്ളത് നമ്മൾ ഭൂതകാലം പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ്റ്റ് ടെൻസ് ഉള്ളത്. വർത്തമാനകാലം എന്ന് വെച്ചാൽ പ്രസൻറ്റ് ടെൻസ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് ടെൻസ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാം ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് വെച്ചാൽ ഭാവി കാലം, നടക്കാനിരിക്കുന്ന കാലം, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. സോ മെയിൻ ആയിട്ടുള്ളത് 3 ടെൻസസ് ആണ്: പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇനി അതിന് തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ ടോട്ടലി നമുക്ക് ഇംഗ്ലീഷിലുള്ളത് 12 ടെൻസുകളാണ് നമ്മൾ ഇംഗ്ലീഷിൽ മൊത്തമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 12 ടെൻസുകൾ എങ്ങനെ ആവുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, സിമ്പിൾ പ്രസൻറ്റ് ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്. 3 ടെൻസായി അല്ലേ? അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. അടുത്ത 3 ടെൻസായി. പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്. 3 ടെൻസായി. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണുള്ളത് അല്ലേ? അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അങ്ങനെ മൊത്തം 12 ടെൻസസ് ആയി. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരാം. ടെൻസസ് എന്ന് വെച്ചാൽ സമയം അല്ലെങ്കിൽ കാലം എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ടുള്ള 3 ടെൻസസ് ആണ്: പാസ്റ്റ് ടെൻസ്, ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കാൻ, കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ; പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലത്തെക്കുറിച്ച് സംസാരിക്കാൻ; ആൻഡ് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഇതിൽ നമുക്ക് ഡിവിഷൻസ് ആയിട്ട് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, 3 ടെൻസായി. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ആണുള്ളത്: കണ്ടിന്യൂസ് പാസ്റ്റ്, കണ്ടിന്യൂസ് പ്രസൻറ്റ്, കണ്ടിന്യൂസ് ഫ്യൂച്ചർ. പെർഫെക്റ്റ് പാസ്റ്റ്, പെർഫെക്റ്റ് പ്രസൻറ്റ്, പെർഫെക്റ്റ് ഫ്യൂച്ചർ. നെക്സ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ. അങ്ങനെ മൊത്തം 12 ടെൻസുകളാണ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സിമ്പിളിനെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് പഠിക്കും സിമ്പിൾ പാസ്റ്റ് എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് എന്താണ്, സിമ്പിൾ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഐ എം ഷുവർ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിക്കും, പിന്നെ സിമ്പിൾ ഫ്യൂച്ചർ പഠിക്കും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ റുട്ടീൻ പറയാൻ വേണ്ടിയിട്ട്. റുട്ടീൻ എന്ന് വെച്ചാൽ ചര്യ. ഞാൻ രാവിലെ എണീക്കാറുണ്ട്, ഞാൻ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, ഞാൻ 9 മണിക്ക് ഓഫീസിൽ പോകാറുണ്ട്. ഇങ്ങനെ നമ്മളുടെ ദിനചര്യ പറയണമെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ആവശ്യം. അതുപോലെ നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഹാബിറ്റ്സ് പറയാൻ. ഞാൻ ബുക്ക് വായിക്കാറുണ്ട്, ഞാൻ ജിമ്മിൽ പോകാറുണ്ട്, ഞാൻ അത് ചെയ്യാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മളുടെ സ്വഭാവം, ഹാബിറ്റ്സ് പറയാൻ വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ നമ്മളിത് ഉപയോഗിക്കുന്നത് ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടാണ്, വസ്തുതകൾ പറയാൻ വേണ്ടിയിട്ടാണ്. സൺ ഈസ്റ്റിൽ റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യുന്നു. ഇതൊക്കെ സയൻറ്റിഫിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് അല്ലേ, സത്യങ്ങളാണ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടെൻസാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, സ്ഥിരമായ കാര്യങ്ങളൊക്കെ പറയാൻ. ഓക്കെ, നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു വേർബ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എടുക്കുകയാണ് ഗോ എന്നുള്ളൊരു വേർബ് എടുക്കുകയാണ്.
അങ്ങനെ വേർബ് എടുക്കുമ്പം വേർബിന് പല പല ഫോംസ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ ഓരോ ടെൻസസിനനുസരിച്ച് ഓരോ ഫോം നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ പല പല ഫോംസ് ഉണ്ട് ഓരോ വേർബിന്. മെയിൻ ആയിട്ടുള്ളത് 3 ഫോമാണ്, V1, V2, V3 എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഗോ എന്നുള്ള വേർഡിൻ്റെ V1 ഗോ ആണ്, V2 വെൻഡ് ആണ്, V3 ഗോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ V1 ആണ് ആഡ് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഐ, യു, ദേ, വി, അതുപോലെ എന്തെങ്കിലും പ്ലൂറൽ ആവാം. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളില്ലേ, പ്ലൂറൽ ആവാം. അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താവാം, ഇവിടെ എഴുതുവാണേ ഹി, ഷീ, ഇറ്റ്, പിന്നെ ഏതെങ്കിലും സിംഗുലർ പേരാകാം. റീന ഒരാളുള്ളല്ലോ, അതെന്താണ്, സിംഗുലർ ആണ്. അപ്പം സബ്ജക്റ്റ് ഒന്നെങ്കിൽ ബഹുവചനമോ അല്ലെങ്കിൽ ഏകവചനമോ ആവാം. ഓക്കെ, അപ്പോൾ ഐ എന്നുള്ളതും യു എന്നുള്ളതൊക്കെ ഏകവചനം ആണെങ്കിലും നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെ ഗ്രാമർ റൂൾസ് വരുമ്പോൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമുള്ള ഒരു റൂളാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈ V1 ചേർക്കുമ്പം അതിനൊരു എസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹി പ്ലേ എന്നല്ല പറയാ, ഷീ പ്ലേ എന്നല്ല പറയാ, ഇറ്റ് പ്ലേ എന്നല്ല പറയാ, എസ് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഐ, യു, ദേ, വി വരുമ്പോൾ നമുക്ക് പ്ലേ എന്ന് മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഞാൻ ക്ലിയർ ആക്കി തരാം. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എഴുതുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മളൊരു എസ് ആഡ് ചെയ്ത് കൊടുക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എസ് വേണ്ട. അപ്പോൾ അവൻ പോകാറുണ്ട് എന്ന് എനിക്ക് പറയണമെങ്കിൽ ഹി ഗോ അല്ല, ഹി ഗോസ്, അവൻ പോകാറുണ്ട്. അവർ പോകാറുണ്ട് എന്ന് പറയണമെങ്കിൽ ദേ ഗോ എന്ന് മതി, ദേ ഗോ, അവർ പോകാറുണ്ട്. അവൾ പാടാറുണ്ട്, ഷീ ഏകവചനം ആയതുകൊണ്ട് ഷീ സിങ് എന്ന് പോരാ, ഷീ സിങ്സ്, അവൾ പാടാറുണ്ട്. ഞങ്ങൾ പാടാറുണ്ട്, വി സിങ്. കണ്ടോ, അപ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് റുട്ടീൻ, ഹാബിറ്റ്സ്, ഫാക്ട്സ് ഒക്കെ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് റൂൾ ഉള്ളത് സബ്ജക്റ്റിൻ്റെ കൂടെ V1 ചേർക്കണം എന്നുള്ളതാണ് നമ്മളുടെ റൂൾ. അപ്പോൾ നോക്കാം, ഞാൻ 6 മണിക്ക് എണീക്കാറുണ്ട്. ഐ സബ്ജക്റ്റ് ഞാൻ ചേർത്തു, ഇനി V1 ആണ് എനിക്ക് ചേർക്കേണ്ടത്. ഐ വേക്കപ്പ്, ഐ വേക്കപ്പ്, ഞാൻ ഉണരാറുണ്ട്. എണീക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ ഗെറ്റപ്പ് ആണ് കേട്ടോ. ഐ ഗെറ്റപ്പ്, ഞാൻ എണീക്കാറുണ്ട്. അറ്റ് 6 o'clock, ഞാൻ 6 മണിക്ക് എണീക്കാറുണ്ട്. ഇനി ഇത് നോക്കൂ, അവൾ പോകാറുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ചേർക്കണം ഫസ്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് ഷീ, പിന്നെ V1 ആണ് ചേർക്കണ്ടേ. പോകാറുണ്ട്, ഷീ ഗോ അല്ല, ഇവിടെ V1 എന്ന് പറയുന്നത് ഷീ എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് നമ്മൾ ഗോസ് എന്ന് ആഡ് ചെയ്യണം. ഷീ ഗോസ്, അവൾ പോകാറുണ്ട്. ഷീ ഗോസ് അറ്റ് 7 o'clock, അവൾ 7 മണിക്ക് പോകാറുണ്ട്. ഷീ ഗോസ് അറ്റ് 7 o'clock. വിപിൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ആരാ, വിപിൻ. ഇനി V1 ചേർക്കണം. റീഡ് ആണോ റീഡ്സ് ആണോ, വിപിൻ എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് വിപിൻ റീഡ്സ് ബുക്സ്, വിപിൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. റിയ കോഫി കുടിക്കാറുണ്ട്. റിയ ഡ്രിങ്ക് ആണോ ഡ്രിങ്ക്സ് ആണോ, ഡ്രിങ്ക്സ്. ഇനി റിയയും മിയയും എന്ന് പറയാം, 2 പേരുണ്ടെങ്കിൽ ഡ്രിങ്ക് എന്ന് മതി. പക്ഷെ ഇവിടെ റിയ ഡ്രിങ്ക്സ് കോഫി, റിയ കോഫി കുടിക്കാറുണ്ട്. സൂര്യൻ ഈസ്റ്റിൽ ഉദിക്കുന്നു. അപ്പം എങ്ങനെ പറയാ, ഇതൊരു ഫാക്റ്റ് ആണല്ലേ. അപ്പോൾ വിപിൻ പുസ്തകം വായിക്കാറുണ്ട്, റിയ കോഫി കുടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അവരുടെ ഹാബിറ്റും നമ്മൾ പറഞ്ഞു. ഫാക്റ്റ് പറയാൻ പോവാണ്. സൺ റൈസ് അല്ല, കാരണം സൺ എന്നുള്ളത് ഏകവചനം ആയതുകൊണ്ട് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇപ്പോൾ ഉദിക്കാറുണ്ട് എന്നല്ലല്ലോ, ഉദിക്കുന്നു എന്നല്ല എഴുതിയത് നിങ്ങൾ ചോദിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത്
സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉദിക്കാറുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവൾ നന്നായി പാടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവൾ നന്നായി പാടാറുണ്ട് എന്നാണ്. അങ്ങനെ ചെയ്യാറുണ്ട്, പറയാറുണ്ട്, പാടാറുണ്ട്, ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ സബ്ജക്റ്റിൻ്റെ കൂടെ V1 അങ്ങ് ആഡ് ചെയ്താൽ മതി. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ആഡ് ചെയ്ത ഫോമാണ് അതിൻ്റെ V1. ക്ലിയർ ആണോ? അത് ക്ലിയർ ആയി മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ടു, ഞാൻ നടന്നു, ഞാൻ പോയി, ഞാൻ എഴുതി, ഞാൻ ഇരുന്നു, ഞാൻ പറഞ്ഞു, ഇതുപോലെ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ നേരത്തെ നമ്മൾ V1 ആണ് ചേർത്തെങ്കിൽ ഇവിടെ V2 ആണ് ചേർക്കേണ്ടത്. പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ വാക്ക് എന്നുള്ളത് എന്താവും? വാക്ക്ഡ്. കണ്ടോ? സിംഗ് എന്നുള്ളത് എന്താവും? സാങ്. അപ്പോൾ V1, V2, V3 എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒത്തിരി വേർഡ്സ് കിട്ടും. അതൊരു 2-3 ടൈംസ് ഒക്കെ വായിക്കുമ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വേർഡ്സിൻ്റെ V1, V2, V3 ഏതാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇവിടെ സിമ്പിൾ പാസ്റ്റിന് സബ്ജക്റ്റ് ഏകവചനം വന്നാലും, ഹീ, ഷീ, ഇറ്റ് വന്നാലും, അല്ലെങ്കിൽ ഐ, യു, ദേവി വന്നാലും, എന്ത് വന്നാലും ഒരു മാറ്റവും ഇല്ല. V2 അങ്ങ് ആഡ് ചെയ്താൽ മതി. അവൾ പോയി, ഷീ. പോയി എന്ന് പറയാൻ വെന്റ് ആണല്ലേ, ഷീ വെന്റ്. അവൾ പോയി, ഷീ വെന്റ്. അവൾ പോകാറുണ്ട് എന്ന് പറയണമെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചു ഷീ ഗോസ്. ഇനി അവൻ എഴുതി, അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ ഹീ. എഴുതി എന്ന് പറയുമ്പോൾ റൈറ്റ് കഴിഞ്ഞ് റോട്ട്. അവൻ എഴുതി, ഹി റോട്ട്. അവൻ എഴുതാറുണ്ട് എന്ന് പറയണമായിരുന്നെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ പഠിച്ചു ഹി റൈറ്റ്സ് എന്ന് വരുമായിരുന്നു. ഞാൻ ഇന്നലെ അവളെ കണ്ടു, ഞാൻ കണ്ടു, ഐ സോ. എങ്ങനെയാണ് സോ വന്നത്? V1 സി ആണ്, V2 സോ ആണ്, V3 സീനാണ്. അപ്പോൾ V2 ആണ് നമ്മൾ എടുത്തത്. ഐ സോ ഹർ. ഞാൻ അവളെ കണ്ടു. ഇന്നലെ എന്ന് പറയാൻ യെസ്റ്റർഡേ. ഐ സോ ഹർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവളെ കണ്ടു. ആരോൺ അവളോട് പറഞ്ഞു. അപ്പോൾ എങ്ങനെ പറയാ? ആരോൺ ടോൾഡ്. ഇങ്ങനെ ടോൾഡ് വന്നേ? ടെൽ, ടോൾഡ്, ടോൾഡ്. V2 ആണ് എടുത്തത് കേട്ടോ. ആരോൺ ടോൾഡ് ഹർ. ആരോൺ അവളോട് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആക്കാൻ സബ്ജക്റ്റിൻ്റെ കൂടെ V2 ആഡ് ചെയ്താൽ മതി. സബ്ജക്റ്റ് എന്ത് വന്നാലും V2 ഒരു മാറ്റവും ഇല്ല, ആഡ് ചെയ്യാം. V2 എന്താണെന്നുള്ളത് V1, V2, V3 ഫോംസ് വേർബ്സിൻ്റെ നിങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക, കുറച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സബ്ജക്റ്റ് ചേർത്തു V2, സബ്ജക്റ്റ് V2, സബ്ജക്റ്റ് V2, സബ്ജക്റ്റ് V2, സബ്ജക്റ്റ് V2. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ പഠിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഭാവി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭാവി പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ വില്ല് യൂസ് ചെയ്യും, പിന്നെ നമ്മൾ V1 യൂസ് ചെയ്യും. കണ്ടോ? V1. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വില്ല് യൂസ് ചെയ്യും, V1 യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോകും. എങ്ങനെ പറയും? സബ്ജക്റ്റ് എന്താണ്? ഐ. സബ്ജക്റ്റ് എഴുതിയിട്ട് വില്ല് എഴുതണം. ഐ വിൽ. V1 ഗോ ആണല്ലേ. ഐ വിൽ ഗോ. ഞാൻ പോകും. അവൾ വരും. ഷീ വിൽ. കംസ് എന്ന് വേണ്ട, കാരണം സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും ആ വേർഡ് എഴുതിയാൽ മതി. സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമാണ് നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മറന്നു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഷീ വിൽ കം. അവൾ വരും. ഇനി ഞാൻ വായന തുടങ്ങാൻ പോവുകയാണ്. അതെങ്ങനെ എഴുതുക? നമുക്ക് നോക്കാം. ഞാൻ വായന തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഇതും ഫ്യൂച്ചർ അല്ലേ, പോവുകയാണ് എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണം, ഫ്യൂച്ചറിൽ നമുക്ക് വില്ലിന് പകരം ഗോയിങ് ടു എന്നും യൂസ് ചെയ്യാം.
അപ്പോൾ എങ്ങനെ പറയാം? ഞാൻ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് റീഡിങ്. കണ്ടോ? ഞാൻ വായന തുടങ്ങാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് റീഡിങ്. ഇനി അവൾ വായന തുടങ്ങാൻ പോവുകയാണെന്ന് പറയണമെങ്കിൽ ഷീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് റീഡിങ്. ഇനി ഞങ്ങളാണെങ്കിലോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് റീഡിങ്. കണ്ടോ? അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞ് ഗോയിങ് ടു ചേർത്തിട്ട് വേർബ് ചേർക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ ചേർക്കാം. അപ്പോൾ ഐ വിൽ സ്റ്റാർട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വായന തുടങ്ങും. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വായന തുടങ്ങാൻ പോവുകയാണ്. ഈ പോവുകയാണെന്ന് പറയാനാണ് നമ്മൾ ഗോയിങ് ടു എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം അവർ വരും എന്ന് എങ്ങനെയാ പറയാ? അവർ, ദേ വിൽ കം. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ. വളരെ സിമ്പിളാണ്. സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി സബ്ജക്ട് പ്ലസ് V1 യൂസ് ചെയ്തു. സിമ്പിൾ പാസ്റ്റ് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി സബ്ജക്ട് പ്ലസ് V2 യൂസ് ചെയ്തു. ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ ഭാവി കാര്യങ്ങൾ പറയാൻ വേണ്ടി സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. അല്ലെങ്കിൽ വില്ലിന് പകരം നമുക്ക് ഇസ് ഗോയിങ് ടു, ആർ ഗോയിങ് ടു, അല്ലെങ്കിൽ ആം ഗോയിങ് ടു എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ചെറിയ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് വെനസ്ഡേ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് 9746274902. ഇന്നലെ ആയിരിക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്പർ മാറിപ്പോയി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്പർ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക, 9746274902. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ജോയിനിങ് മൈ ക്ലാസ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ.